ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ഒരു ജിങ്ക അലു കറിയാണ് ഉണ്ടാക്കുന്നത്. ഇത് ഇവിടുത്തുകാരുടെ സ്റ്റൈലിലെ ഒരു കറിയാണ്. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നല്ല ഹം ബനാനെ ചാരെ ജിങ്ക അലു കറി ദിഖാएंगे कैसे. ഞാനൊരു 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. 3 അലു ലിയാ है काटेंगे. നമുക്കിത് വലിപ്പത്തിൽ വേണം അരിഞ്ഞെടുക്കാൻ. थोड़ा बड़ा साइज चाहिए. ഇത്രയും വലിയ സൈസായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. എത്ര സൈസ് चाहिए ऐसे ही पूरा काट के लेना है. ഇതുപോലെ നമുക്ക് എല്ലാം കട്ട് ചെയ്തെടുക്കാം. എല്ലാം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. आलू पूरा काट के लिया है. 3 ടേബിൾ സ്പൂൺ सरसों तेल डाला है. ഞാനിവിടെ കടുകെണ്ണയ്ക്കകത്താണ് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമുള്ള എണ്ണയ്ക്കകത്ത് എടുക്കാം. നമുക്കിതൊന്ന് വറുത്തെടുക്കാം. എത്ര ഫ്രൈ करना है. വറുത്തെടുക്കുന്ന സമയത്ത് നമുക്ക് ജിങ്ക അരിഞ്ഞെടുക്കാം. ഫ്രൈ होने का टाइम ജിങ്ക काट के लेना है. നമ്മുടെ പറമ്പിലുണ്ടായതാണ്. ഞാനെല്ലാം വൃത്തിയാക്കി വെച്ചപ്പോഴാണ് നമുക്ക് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. ഇത് പീച്ചിങ്ങ പോലത്തെ ഒരു സാധനമാണ്. ഇതിനിവിടെ പറയുന്നത് ജിങ്ക എന്നാണ്. നമ്മുടെ പറമ്പിലുണ്ടായതാണ്. മുള്ളില്ലാത്ത ഒരു സൈസിലെ പീച്ചിങ്ങയാണ് ഇവിടെ. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത്. ജെന്നി പോലെയാ തോരി പോലെയാ നമ്മൾ ഇത് ജിങ്ക പോലത്തെ കാട്ടേങ്കി. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതും ഉരുളക്കിഴങ്ങിന്റെ വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം. आलू का साइज में काटेंगे. ഞാൻ ജിങ്ക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജിങ്ക काट के रखा है. अभी मसाला बनाएंगे. നമുക്കിപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കാം. ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഉണക്കമുളകും വെളുത്തുള്ളി लाल मिर्च और लहसुन मिक्सी का जार में डाल दें. एक प्याज ഒരു സബോളയാണ് അതും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കറങ്ങാണ്ടി എടുത്ത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നതാണ്. കാജു भिगो के रखा था वो भी डाल रहे. पानी से निकाल के डाल रहे. ഞാൻ അരമണിക്കൂറിന് മുമ്പേ കുതിർത്ത് വെച്ച കസ്കസാണ്. आधा घंटा का पहले भिगो के रखा था पोस्तो है. 1 ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ അതുകൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ലതായിട്ട് അരച്ചിട്ട് വരാം. അച്ചത്തെ പീസ് ആയിരിക്കും. നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ അച്ചത്തെ പീസ് ആയാ है. अभी आलू फ्राई हो गया. ഇപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് നല്ലതായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് എടുക്കാം. अच्छे से फ्राई हो गया लेकिन अच्छे से पक्का नहीं है. നല്ലതായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. പക്ഷേ അകത്ത് നന്നായിട്ട് വെന്ത് കാണത്തില്ല. ഇത് പാഞ്ച് പുട്ടന നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കാത്ത ഒരു സാധനമാണ്. നമ്മുടെ കടുക് ഇടുന്നതിന് പകരം ഇവിടെ ഉപയോഗിക്കുന്നതാണ് പാഞ്ച് പുട്ടൻ. പാഞ്ച് പുട്ടൻ എന്ന് പറഞ്ഞാൽ നല്ല ജീരകം, പെരിഞ്ജീരകം, കരിഞ്ജീരകം, ഉലുവ, കടുക്. പാഞ്ച് പുട്ടൻ डाल के अच्छे से फुट गया. പാഞ്ച് പുട്ടൻ ഇട്ട് നല്ലതായിട്ട് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ജിങ്ക ഇട്ട് കൊടുക്കാം. അभी ജിങ്ക डाल दे ഫ്രൈ करना है. നമുക്കിതൊന്ന് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ജിങ്കയ്ക്കകത്തൊന്ന് വെള്ളം ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ജിങ്ക से पानी निकल गया. अभी आलू डालेंगे. ഉരുളക്കിഴങ്ങ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. अभी नमक डाल दे. മിക്സ് करना है. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഹൽദി डाल दें. अभी वो भी मिक्स करना है. നല്ലതായിട്ട് അതും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്ത് വഴറ്റി ചെയ്തെടുക്കാം. थोड़ा फ्राई कर दीजिए. നമുക്കിതിലേക്ക് അരച്ച് വെച്ച മസാല ഇട്ട് കൊടുക്കാം. अभी पीस के रखा था वो मसाला डाल दें. अच्छे से मिला दीजिए. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാറിനകത്തോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കലക്കിയെടുക്കാം. अच्छे मिला के हटा के रखेंगे. ये थोड़ा फ्राई होने दीजिएगा. മസാല നമുക്കൊന്ന് ഇതിനകത്ത് വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കും. അച്ഛത്തെ ഫ്രൈ होना चाहिए. മസാല ഒഴിച്ചിട്ട് 5 മിനിറ്റായി. നമുക്ക് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാം. अभी मिक्सी का बर्तन धो के रखा है वो पानी डाल दें. നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കാം. അച്ഛത്തെ മിക്സ് करके बंद करके रखेंगे. നമുക്ക് കറി നോക്കാം. करी ഒരുവിധം തിക്കായി കഴിഞ്ഞു. करी एकदम थोड़ा थिक होने जा रहे. अभी हम डाल रहे 2 टमाटो काट के रखा है. 2 टमाटो कट ചെയ്ത് വെച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. अच्छे से मिक्स करना है. നല്ലതായിട്ട് മിക്സ് ചെയ്ത് 5 മിനിറ്റ് കൂടെ വെച്ച് കൊടുക്കാം. अच्छे से मिक्स करके 5 मिनट रखना है. 5 മിനിറ്റ് നല്ലതായിട്ട് ബോയിൽ ആയിട്ടുണ്ട്. 5 മിനിറ്റ് अच्छे से ബോയിൽ हो गया. മസാലയുടെ പച്ചച്ചുവയൊക്കെ മാറി നല്ല തിക്കായി കഴിഞ്ഞിട്ടുണ്ട്. मसाला अच्छा टेस्ट हो गया. अभी अच्छे से थिक भी हो गया. अभी थोड़ा गर्म पानी डालना है. ज़्यादा नहीं डालना है. കുറച്ച് നമുക്ക് ചൂട് വെള്ളം ഒഴിച്ച് ഒന്നും കൂടെ വേവിക്കാൻ വെക്കാം. ഒത്തിരി കട്ടി കുറഞ്ഞു പോകരുത്. ഈ കറി നല്ല തിക്കായിട്ട് വേണം ഇരിക്കാൻ. നമുക്ക് 5 മിനിറ്റും കൂടെ
തിളയ്ക്കാൻ വെക്കാം 5 मिनट भी अभी रखेंगे കറി നോക്കാം കറി देखेंगे अच्छा തിക്ക് हो गया നല്ലതായിട്ട് തിക്കായിട്ടുണ്ട് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം 1 ടേബിൾ സ്പൂൺ ബട്ടർ डालना थोड़ा से കസൂരി മേത്തി കുറച്ച് കസൂരി മേത്തി കൂടെ നല്ലതായിട്ട് ഞരടിയിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കാം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് 5 മിനിറ്റ് വെക്കാം ഗ്യാസ് ഓഫ് करके 5 मिनट रखेंगे നമുക്കത് झींगा आलू के करी रेडी ആയിട്ടുണ്ട് ഒരു സർവിംഗ് ഡിഷിനകത്തോട്ട് മാറ്റാം झींगा आलू का करी रेडी हो गया सर्विंग डिश में डालेंगे നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് ഇതിൻ്റെ अच्छा थिक ग्रेवी है इसका टेस्ट भी बहुत बढ़िया है सब लोग पसंद करेगा എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് ആണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ജിങ്ക ആലു കറി റെഡി ആയിട്ടുണ്ട് സാധാരണ നോർത്ത് ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കാത്ത ഒരു കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റ് ആണ് सब लोग थोड़ा ट्राई करके देखिएगा आप लोग बहुत पसंद करेगा प्लीज लाइक शेयर एंड सब्सक्राइब थैंक यू फॉर वॉचिंग